പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ടവരെ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രചോദേട്ടൻ ആൻഡ് ജാഫർ ഇക്ക. തിരിച്ചുള്ള വരവ് സ്ലോ മോഷൻ. ജാഫറിക്ക വെൽക്കം. സ്പീഡ് കൊടുപ്പോ എഞ്ചിനീയർ മാറ്റിട്ട് നെഞ്ചത്ത് കയറിയപ്പോ സ്ലോ മോഷൻ വന്നാ നെഞ്ചത്ത് കയറിയ. വെൽക്കം ബാക്ക്. ഓക്കെ, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? പറ ജാഫറിക്ക. ജാഫറിക്ക വരുമ്പോ തന്നെ ഒരു എനർജിയാണ്, ഉണർവുണ്ട്, ഒരു ഉണർവുണ്ട്. അതാ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം. അത് നമ്മൾ വരുന്നിടത്തല്ല ഉണർവ്, നിങ്ങൾ വരുന്ന തളർന്ന് നടക്കുവാണോ? അല്ല, ഉണർവ് ഞാൻ വരുമ്പോ മാത്രം ഉണർവോ, നിങ്ങൾ വരുമ്പോ ഞങ്ങൾ ഓൾറെഡി ഉണർന്നിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ മേളിൽ ഒരു ഉണർവ് വരുമ്പോ ജാഫറിക്ക. ഇത് ഐറ്റം വേറെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും ഉണർവ് വരുന്നതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് ചറവറ സ്കിറ്റ് അങ്ങോട്ട് തരും, ഇട്ടിട്ട് തരും ചിരിക്കാൻ. ഓക്കെ. ആൻഡ് ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നസീറിക്ക MD സാറിന്റെ മനോരഥങ്ങൾ എന്ന് പറഞ്ഞ ആ സിനിമ, അതില് നസീറിക്ക അതിലൊരു പാർട്ട് ഏറ്റവും നല്ലൊരു ഗംഭീരമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. നസീറിക്ക ആ വിശേഷങ്ങൾ പറ. ഒരുപാട് പേര് പേരെടുത്ത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ ഭാഗ്യമാണ് MD സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ, അതും സന്തോഷവൻ സാറ് ഡയറക്റ്റ് ചെയ്ത പടത്തിൽ നല്ലൊരു വേഷം ചെയ്യാനായിട്ട് പറ്റി. സിദ്ദിഖ് സാറിൻ്റെ കൂടെ. അത് ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. നല്ലൊരു കഥ, കുറച്ച് ദിവസം അവിടെ എൻജോയ് ചെയ്യാൻ പറ്റി. ആ പടത്തിൽ വേഷം കിട്ടി. ഒത്തിരി പേര് നല്ല അഭിപ്രായം വിളിച്ചു പറഞ്ഞു. അതെ, അതിപ്പം ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഒരിക്കൽ കൂടെ 3 പേർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. പ്ലീസ്. ഓക്കെ, വെൽക്കം. ഇരിക്കൂ. നമ്മുടെ 3 കാര്യക്കാരും എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ പത്തനംതിട്ട നമ്മുടെ രാജേഷ് കൊട്ടാരത്തിൽ, ഹരി, അതേപോലെ സുജിത്ത്, അവരുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. പത്തനംതിട്ട കോന്നി സൈഡിലുള്ള പെയിന്റർ ചേട്ടന്മാരാണ്. ഇതില് ഹരിയുടെ ചേട്ടനും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു കൈഡി. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് വിളിക്കട്ടെ? ഒരു ഉഗ്ര സ്കിറ്റ് ആയിരിക്കും ഇതിന്, എന്റെ ഗ്യാരണ്ടി. ഓക്കെ, അങ്ങനത്തെ ഒരു ടീമാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം സുധീഷ്, ശ്യാം ആൻഡ് വിനൽ. இன்னைக்கு துர்காஷ்டமி, உன்னை கொன்னு உன் ரத்தத்தை குடிப்பு ஓங்காரம் ஆடுவே. അങ്ങനെ ഡെമ്മി വെച്ച് പറ്റിച്ച് നാഗവല്ലിയെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇനി നാഗവല്ലിയുടെ പ്രേതം ഇവിടെ തിരിച്ചു വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് എനിക്ക് അമേരിക്കയിൽ എത്തണം. അമ്പട കേമ സണ്ണിക്കുട്ട, അറിയാവോ 10 തലയാ, തനി രാവണനാ. എന്നിട്ടും ഇന്നലെ കട്ടളപ്പടി ഇടിച്ചാ നിന്നെ. എങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട്? തിരുമേനി, എന്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ശ്രീദേവിയെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ പോയി 1-2 കൊച്ചു പ്രബന്ധങ്ങളൊക്കെ എഴുതി സുഖമായിട്ട് അങ്ങനെ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ നീ അവിടെ പോയി പ്രബന്ധങ്ങളല്ല, ശ്രീദേവിയുടെ പ്രസവങ്ങളായിരിക്കും. എന്താ തിരുമേനി? എന്താ അല്ല, അവിടെ ചെന്നിട്ട് നീ ഒരുപാട് പ്രബന്ധങ്ങൾ എഴുതാൻ നിന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു തരാൻ പോലെ. ഇതെന്താ തിരുമേനി? പലതരം ലോക്കുകളും കണ്ടിട്ടുണ്ട്, ഫേസ് ലോക്ക്, ഫിംഗർ ലോക്ക്. ഇതെന്ത് തരം ലോക്കാണ്? ഇതാണ് കുഞ്ഞെ പൊക്കിൾ ലോക്ക്. പൊക്കിൾ ലോക്കോ? മനസ്സിലായില്ല. എടാ, കുടുംബത്തിന്റെ സാമ്പത്തിക ബന്ധത്തിന് നല്ലതാ പെണ്ണുമ്പിള്ള പിടിക്കാതിരിക്കാൻ. വേണമെങ്കിൽ ഒന്നും കൂടെ കാര്യം. ഹലോ, നീ എന്താടാ കഴിഞ്ഞ ദിവസം മേടിച്ച് ഇറച്ചിയുടെ പൈസ തരഞ്ഞത്? ഈ വിളിച്ച ആള് വേണ്ടത്ര അങ്ങോട്ട് മനസ്സിലായില്ല. എനിക്കങ്ങനെ മനസ്സിലാവാൻ? തിരുമേനിയുടെ ഫോണിലല്ലേ കോൾ വന്നത്, എനിക്കറിയാവത്. എടോ, നമ്മൾ ആ നാഗവല്ലിയെ ഒഴിപ്പിക്കാൻ വേണ്ടി മറ്റേ ശങ്കരൻ തമ്പിയുടെ ബാക്കിൽ നമ്മൾ 1 കിലോ ഇറച്ചി വെട്ടി ഓർമ്മ. അത് വെച്ച് കെട്ടിയതല്ലോ ശങ്കരൻ തമ്പിക്ക് അവിടെ സ്ഥിരമുള്ളത് തന്നെ അല്ലേ? അതൊക്കെ അതല്ല,
അതിന്റെ പുറകെ പലകയില് നമ്മൾ 1 കിലോ ഒക്കെ ഇറച്ചി വെച്ച ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ ഇറച്ചിയുടെ പൈസ കൊടുക്കാൻ വേണ്ടി ഇറച്ചിക്കടക്കാരൻ വിളിക്കുക. അത് അന്ന് തന്നെ ഞാൻ അയച്ചു കൊടുത്തതാണല്ലോ. ഗൂഗിൾ പേയിലോ? ഗൂഗിൾ പേയിലല്ല, വാട്സപ്പിൽ. എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത മെസ്സേജ് ഞാൻ അന്ന് തന്നെ അയച്ചു കൊടുത്തതാണ്. തണ്ണി ഒരുമാതിരി. അപ്പൊ തിരുമേനി, നാഗവല്ലിയെ ഒഴിപ്പിക്കാൻ എന്നോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് നന്ദി. നമുക്കിനി അമേരിക്കയിൽ വെച്ച് കാണാം. എന്താടോ അയ്യോ, എന്റെ നടത്തക്കൊരു വ്യത്യാസം. ഏവൂര് വരെ ഗംഗയുടെ ബാല്യത്തെ പറ്റി അറിയാൻ 10-70 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി കാലിന്റെ 2 തൊടയാടുന്നു. എനിക്കിപ്പോ നടക്കാൻ വയ്യ തിരുമേനി. താൻ നടക്കുമ്പോ സൂക്ഷിച്ചടക്കണം, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും താൻ ബോൾ തട്ടിക്കൊണ്ട് നടക്കുമായിരിക്കും. നകുല എവിടാ? അവിലോ? അത് അടുക്കളയെ കാണും. ഇത്തിരി ശർക്കരയും തേങ്ങാക്കൊത്തോട്ട് നനച്ച് തിന്നാൻ നല്ല സ്വാദായിരിക്കും. എന്ത് അവില്? എന്റെ തിരുമേനി അവിലല്ല, എന്റെ സുഹൃത്ത് നകുലൻ എവിടെയെന്ന് ചോദിച്ചതാണ്. അത് ശരി, അപ്പൊ നീ അങ്ങ് കൽക്കത്തയിൽ എത്തിയല്ലേ? അപ്പൊ തൃശ്ശൂർ എടുത്ത് മടുത്തു, ഇനി അവൻ കൽക്കട്ടയും കൂടി ഉള്ളെടുക്കാൻ. നകുല, എടാ നകുല, ഗംഗ എവിടെ? വാരണാസിയിലല്ലോ. എന്ത് ഗംഗ? എന്റെ തിരുമേനി, എന്റെ നകുലന്റെ ഭാര്യ ഗംഗ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ തിരുമേനി വീടും പൂട്ടിക്കെട്ടി എല്ലാരും പോയിട്ടും ഇങ്ങേർക്ക് ഇത്രയും നേരമായിട്ട് ഈ കോസ്റ്റ്യൂം അഴിച്ചു വെക്കാനുള്ള സമയം കിട്ടിയില്ലേ? കോമാളി വേഷം അഴിച്ചു വെച്ച് കോളേജിൽ പോയി 10 വർഷം പഠിപ്പിക്കാൻ നോക്കണം. നിങ്ങൾക്കത് കോമാളി വേഷം. നാഗവലിനെ കളിപ്പിച്ച് ഇവിടുന്ന് ഒഴിപ്പിച്ച് പോകാൻ വേണ്ടി 10 മിനിറ്റ് എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞ രാമനായരായിട്ട്. രാമൻ നായരല്ല, രാമനാഥൻ. എന്തെങ്കിലും ആയോട്ടെ, പെട്ടത് ഞാനല്ലേ. ഇപ്പൊ എന്ത് പറ്റിയടോ? നാഗവലിനെ ഒഴിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയി. മഹാദേവനായ എന്റെ ദേഹത്താണ് ഇപ്പൊ രാമനായർ കൂടിയിരിക്കുന്നത്. രാമൻ നായരല്ല, രാമനാഥൻ. ഞാൻ പുളിച്ചാലും തെറി പറഞ്ഞുതരും. രാമനാഥൻ എന്റെ ദേഹത്ത് നിന്ന് ഒഴിപ്പിച്ചിട്ടാ ഇറങ്ങി പോവാൻ പറയണോ? അങ്ങനെ ഇറങ്ങി പോവാൻ എന്റെ വീട്ടിൽ വാടകയ്ക്കല്ല താമസിക്കുന്നത്. തിരുമേനിക്കറിയോ, ഇപ്പൊ രാവിലെ 2 പ്രാവശ്യം എനിക്ക് ബാത്റൂമിൽ പോകണം. അതെന്തിനാ? ഒന്ന് എനിക്ക് പിന്നൊന്ന് രാമനാഥനും. അവനാണെങ്കിൽ മുടിഞ്ഞൊരു ദുശീലം. അവന് ബീഡി വലിച്ചാലേ കക്കൂസി പോകാൻ പറ്റുള്ളൂ. ഞാൻ ബീഡി വലിയും തുടങ്ങി. ഇപ്പൊ എന്താ അതിന്റെ കാര്യം എന്താണെന്ന് പറ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി എപ്പോഴാണ് ഈ രാമനാഥൻ വന്ന് കയറാന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇറങ്ങുമ്പോ പെട്ടെന്ന് രാമനാഥൻ കയറും. അപ്പൊ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം ഞാൻ വശീകരിച്ച് അങ്ങനെ വലിച്ച് എല്ലാവരും വീട്ടിൽ കൊണ്ടാക്കി. കേസ് വേറെ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ പ്രൊഫസറായി നല്ല ജെന്റിൽമാനായിട്ട് കോളേജിലേക്കൊക്കെ ഇങ്ങനെ പോയിരുന്നു. ഇവനായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കോളേജിലായിട്ട് പൊക്കി ഇങ്ങനെയാ. അതുകൊണ്ട് തിരുമേനി എങ്ങനെയെങ്കിലും എന്റെ ദേഹത്തുനിന്ന് ഒന്നിറക്കിയതാ, ഞാൻ കാല് പിടിക്കാം. മല പോലെ വന്നവൻ ബോൾ പോലെ പോയ പോക്ക് കണ്ടില്ലേ? തിരുമേനി, ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യമാണ്. ഇതിനൊരു പോംവഴി തിരുമേനി പറഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം ചെയ്യാം, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ആരെടുത്ത് പുറത്തിടാൻ? അവരെല്ലാം വീടും മുട്ട് കെട്ടി പോയെന്ന് നേരത്തെ പറഞ്ഞല്ലേ ഞാൻ. എന്നാ പിന്നെ നമുക്ക് ആ പറമ്പിൽ പോയി കുത്തിയിരുന്ന് സംസാരിക്കാം. ഹലോ തിരുമേനി, ഒരു കാര്യം പറയാനുണ്ട്. നീ രാമനാഥനായിട്ടാണോ അതോ മഹാദേവനായിട്ടാണോ? മഹാദേവനായിട്ട്. ഓക്കെടാ. തിരുമേനിക്ക് മുണ്ടൂർ അറിയോ? മുണ്ടൂർ അറിയാം. അവിടെ ഒരു പാർവതി വാസിയാരെ അറിയോ? അറിയാം. അവരെല്ലാം ഒരു മകളുള്ള കാര്യം അറിയോ? അതെല്ലോടോ ഞാൻ പറഞ്ഞേ, എനിക്ക് മുണ്ടൂർ അറിയാന്ന്. വിശന്ന് വലഞ്ഞു കയറി വന്ന എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ കാണിച്ച പാർവതിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ. അവിടെ കയറി പോക്കരുത്തരം കാണിക്കണം അല്ലേ? തിരുമേനി, ഇതിപ്പോ അയാളുടെ ദേഹത്ത് രാമദേവന്റെ ബാധ കൂടിയിരിക്കുകയാണ്. ഇതിനെ ഇപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ചേ പറ്റൂ. സണ്ണി, മാത്രമല്ല ഏതോ കൊരങ്ങനും കൂടി കയറിയിട്ടുണ്ട്. 2 ബാധയാ അങ്ങനെ കയറിയേക്കുന്നത്. ഇപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ ഒഴിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ. വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട്. ഇപ്പൊ ഇത് നോർമലായെന്നാ തോന്നണേ. നമ്മളെ വശത്താക്കി മണി തിങ്കളാസി മഹാദേവ. തിരുമേനി, എനിക്കെന്ത് പറ്റി? തിരുമേനി, എനിക്കെന്ത് പറ്റി? ഇന്നൊക്കെ ദുർഗാഷ്ടമി. ഉന്നെ കൊന്നു രക്തത്തെ കുടിക്കണം. തിരുമേനി, എനിക്കെന്ത് പറ്റി? തിരുമേനി, അന്യം കളിച്ച് വശത്താക്കാൻ നോക്കുന്നുടാ. തിരുമേനി, നമ്മൾ അതും ഇതും പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. ഇവിടെ തിരുമേനിയുടെ എന്തെങ്കിലും മന്ത്രമുണ്ടെങ്കിൽ നമുക്ക് പ്രയോഗിച്ച് ബാധ ഒഴിവാക്കാം. എന്റെ തിരുമേനി, നിങ്ങൾ ഈ ചന്തിക്ക് ടാറ്റയും കുറിച്ച് നടക്കാതെ എന്തെങ്കിലും ഒരു കോമഡി പറയും തിരുമേനി. അതല്ല, എന്റെ മനസ്സിൽ ഒറ്റ ഒരു ഐഡിയ വരുന്നുള്ളൂ. ഒരേ ഒരു ഐഡിയ മാത്രമേ വരുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഈ മഹാദേവനെ നമുക്കൊരു ബാലെ ട്രൂപ്പ് ഇട്ട് കൊടുക്കാം. എന്റെ തിരുമേനി, ബാലെ ട്രൂപ്പ് ഇട്ട് കൊടുത്താൽ ഈ മഹാദേവന്റെ ഭയത്തിൽ നിന്ന് രാമനാഥൻ എങ്ങനെ ഒഴുങ്ങി പോകും? നമുക്ക് ഇവനെ ബാലേക്ക് പറഞ്ഞു വിടുമ്പോ ഇവൻ പരിപാടിക്ക് പോകുമ്പോ നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് ചാടാം. തിരുമേനി, ഞാനൊരു കാര്യം പറയാം. ഈ കൊരങ്ങനെ കൊണ്ട് കയ്യിലും
നമ്മൾ നാഗവല്ലിയെ ഒഴിപ്പിച്ചതുപോലെ ഈ രാമനാഥനെ ഒഴിപ്പിക്കാനായിട്ട് ഒരു സൈക്കാട്രിസ്റ്റും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു നിന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. നീ ഭ്രാന്താന്ന് എല്ലാവർക്കും അറിയാം, നീ സഞ്ചരിച്ചാ മതി. താണ്ട ഡയലോഗ് ഇല്ലാത്തോണ്ട് കൈ നിന്നിട്ട് കളിച്ചു കയറ്റാൻ നിൽക്കുന്നു. തിരുമേനി, I am going to break all convention concepts of psychiatry. നന്നായി മോനെ, നീ 10ാം ക്ലാസ് ഇതുവരെ കാണാതെ പഠിച്ചിരുന്നെങ്കിൽ ഈ ഇംഗ്ലീഷിന്റെ മറുപടി എനിക്ക് പറയാൻ അറിയാത്തോണ്ടല്ല, ഞാൻ സംസ്കൃതമായി പോയി. അത് പുതിയതല്ല, പഴയത്. തിരുമേനി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എനിക്കിവിടെ തിരുമേനിയുടെ മന്ത്രവാദക്കളമോ ആവാഹന ക്രിയകളോ ഒന്നുമല്ല വേണ്ടത്. ഇവിടെ നമ്മൾ നാഗവല്ലിയെ പുനർജനിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ നാഗവല്ലിയെ കൊണ്ട് നൃത്തം കളിപ്പിച്ച് രാമനാഥനെ ഒഴിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നൃത്തം ചെയ്യാൻ ഒരു കുട്ടിയെ വേണം. ആ കുട്ടീനെ എവിടുന്ന് കൊണ്ടുവരാനാ? എല്ലാം പൂട്ടിക്കെട്ടി പോയില്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരത്തേക്ക് നാഗവല്ലിയായി തിരുമേനി ഒന്ന് നൃത്തം ചെയ്യാവോ? നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. തിരുമേനി, നിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ നിനക്ക് വേണ്ടി എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാ. അങ്ങനെയാണെങ്കിൽ തിരുമേനി എന്നെ അനുഗ്രഹിക്കണം. തിരുമേനി റെഡി ആയിക്കോളൂ, പൊക്കോളൂ. മിസ്റ്റർ രവീന്ദ്രൻ, നീ ഇതിനാടാ? ഞാൻ രാമനാഥൻ. മുഖത്തിന് ചേരാത്തൊരു പേര് രാമനാഥൻ. നീ അതിന് കയറി പിടിക്കാത്ത കാര്യം പറ. നീ എതുക്കാക ഇപ്പൊ ഇങ്ങേ വന്നേ? എനിക്ക് നാഗവല്ലി വേണം. നാഗവല്ലിയെ ഞാൻ നിനക്ക് കൊണ്ടുതരാം. നാഗവല്ലിയെ കിട്ടിക്കഴിഞ്ഞാൽ നീ ദേഹം വിട്ടു പോവോ? പോകും. ഉറപ്പാണ്? പോകും. അതേ അവസാനം നീ എന്നെ തേക്കോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൈ അടിച്ച് സത്യം ചെയ്യ്. സത്യം. ഒരിക്കലോട് സത്യം ചെയ്യ്. സത്യം. അമ്മയെ കൊണ്ട് സത്യം ചെയ്യ്. അമ്മേ സത്യം. എന്റെ ദൈവമേ, ഒരു വഴിക്കാണ് ഈ രാമനാഥന്റെ ബാധ ഒഴിപ്പിക്കുന്നത്, അപ്പതേ സത്യന്റെ ബാധയും കൂടി. തിരുമേനി, ഇനി പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. തിരുമേനി, നമുക്കിനി എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ബാധ ഒഴിപ്പിച്ച് രക്ഷപ്പെടണം. ഓക്കെ, സക്സസ്. ഡാൻസ് കളിപ്പിച്ച് നാഗവല്ലിയെ ഒഴിപ്പിച്ചതുപോലെ രാമനാഥനെ ഡാൻസ് കളിച്ച് തളർത്തിയിട്ട് ഇവിടെ തിരുമേനിയിട്ടിരിക്കുന്നു. ഇതാണ് പറ്റിയ അവസരം. മഹാദേവൻ, നിങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഉണരുകയാണ് നിങ്ങളുടെ പൂർവ്വ മനസ്സിലേക്ക്. സ്ലോലി വേക്കപ്പ്, സ്ലോലി വേക്കപ്പ്. ലാഗടിക്കാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ പിന്നെ നേരത്തെ എഴുന്നേറ്റൂടെ എഴുതിയങ്ങാട്ടെ. നീ ഇപ്പോൾ ആരാണ്? മഹാദേവൻ എന്ന സത്യം നീ തിരിച്ചറിയുന്നുണ്ട്? അറിഞ്ഞു. ഉറപ്പാണ്? യെസ്. തിരുമേനി, നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം വിജയിച്ചു. നമ്മുടെ പ്ലാനിങ് വിജയിച്ചു തിരുമേനി. തിരുമേനി, വേറെ ആരാ വന്നിരിക്കുന്നത്? നിങ്ങൾ ആരാണ്? നാഗവള്ളി സണ്ടാളാ. ഒരാളെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ രണ്ടുപേര് വന്നിരിക്കുന്നത്. നീ എതുക്കാക ഇപ്പൊ ഇങ്ങ വന്നേ? എനിക്ക് അവനെ വേണോ? ആരെ? ഭയങ്കര കമ്പി. ശങ്കരൻ തമ്പി. എന്റെ ദൈവമേ, ശങ്കരൻ തമ്പിയുടെ ഡ്യൂപ്പ് ചെയ്ത് നകുലൻ കൽക്കട്ടയിൽ പോയിരിക്കുകയാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, വണ്ടിയിലേക്ക് കൽക്കട്ടയിലേക്ക്. എന്തിന്? അല്ലെങ്കിൽ അവർ ചോദിക്കും ഇതിന്റെ ക്ലൈമാക്സ് എവിടെ? അതിന്റെ ക്ലൈമാക്സ് കൽക്കട്ടയിൽ വെച്ച്. അയ്യോ, തിരുമേനി, വേറൊരു ബാധ. തിരുമേനി അല്ലടാ, നാഗവല്ലിടാ. ഈ കൈയടി പോരാ, നല്ല ഉഗ്ര കൈയടി വേണം. നിങ്ങൾ മൂന്നുപേരും ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലായില്ലോ ഇവിടെ എന്ത് കൊടുത്താൽ വിൽക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് ഈ സ്ക്രിപ്റ്റിന്റെ ഏറ്റവും വലിയ വിജയം. മണിച്ചിത്രത്താഴ് പലരും പല രീതിയിലും പല വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അതിന് ശേഷമുള്ളതാണ്. മണിച്ചിത്രത്താഴുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അവരെല്ലാം പോയി, ഇവിടെ നിന്ന് പോയിട്ട് അതിന് ശേഷമുള്ള പാർട്ടാണ് നിങ്ങളെടുത്തത്. അതുകൊണ്ട് നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ ഇതിൽ കൗണ്ടർ ബിറ്റ് എന്ന് പറഞ്ഞാൽ കുറവാണെങ്കിൽ പോലും ആക്ഷൻ ഭയങ്കര രസമാണ്. നോൺ സ്റ്റോപ്പായിട്ട് ചിരിക്കാൻ പറ്റിയ ഒരു സാധനമായിരുന്നു ഇത്.
എന്തായാലും എല്ലാം കൊണ്ട് പൊതുവെ നന്നായിരുന്നു, രസമായിരുന്നു. ഇതേപോലുള്ള സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. അതുമായിട്ട് വീണ്ടും വീണ്ടും വരിക. ഓക്കെ, ജാഫർക്ക. ഞാനേ ആദ്യം കണ്ട ആൾ ഈ സ്റ്റേജിൽ ആദ്യം വന്നത് സുധീഷിന്. എൻ്റെ നാട്ടിലൊക്കെ ഈ ഹൈ റേഞ്ച് മേഖലയല്ലേ, റബ്ബർ കട്ടയൊക്കെ ഇല്ലേ, നമ്മൾ ഈ ലോറിയിൽ റബ്ബർ കട്ട, 8അടിക്കട്ട, 4അടിക്കട്ട എന്നൊക്കെ പറഞ്ഞ് കയറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. ഭയങ്കര മസലും കട്ട മീശയും. അതൊന്നവരെ തോർത്തോടുത്തോണ്ട് നടക്കും. വൈകുന്നേരം വന്നിട്ട് ഇത് കുളിച്ചൊരുങ്ങി നല്ല മെനക്ക് സിറ്റിക്ക് ഇറങ്ങും. ആരും അതിൻ്റെ അങ്ങനെ ആളെ കട്ടയല്ല, അങ്ങനെ ഒരാളായിട്ട് ആളെ ഞാൻ കണ്ടു. പക്ഷേ ഞാൻ പറയാ, ഇതുപോലെ ഈ സ്റ്റേജ് മൊത്തം കിടന്ന് കറങ്ങി അടിച്ച് എന്തൊക്കെയാ കിടന്ന് കാണിച്ചെന്നറിയോ. ഞാൻ പിന്നെ ഈ പകുതി പ്രോഗ്രാം കണ്ടില്ല, നിന്നെ ഷോ കാണുമ്പോൾ കാണാം. ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് കയറിപ്പോയി. എനിക്ക് പറ്റില്ല. ചാത്തന്നൂരിനെ പിന്നെ എന്ന് പറയുന്നത് തിലകൻ ചേട്ടൻ്റെ തുടങ്ങും തൊട്ട് തീരുന്നവരെ തിലകൻ ചേട്ടൻ്റെ പോർഷൻ വരെ, അവിടെ വരെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ആ ഡാൻസിലും കാണിച്ചില്ലേ. അതൊക്കെ അങ്ങനെയൊക്കെ എങ്ങനെയാണ് ചെയ്യണേ, അതൊക്കെ പിടിച്ചു നിർത്തി ചെയ്ത് അതൊരു അംഗീകാരം. പിന്നെ ലാലേട്ടൻ്റെ മുഖഷേപ്പ് ഇല്ലെന്നേ ഉള്ളൂ, സ്വരത്തിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. ലാലേട്ടൻ എന്ത് കാണിച്ചോ, സണ്ണിക്കൂട്ടൻ എന്ത് കാണിച്ചോ അത് ചെയ്തു. ഞാൻ ഇനി ഇത്രയും പറഞ്ഞു തന്നെന്നറിയോ, എനിക്ക് ഈ സ്കിറ്റിനെ കുറിച്ച് ഒരു മോശം പറയാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും ഞാൻ അങ്ങനെ കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ജാഫർക്ക. പൊളിച്ചടിക്കും കേട്ടോ, പൊളിച്ചടിക്കും. നമ്മൾ എല്ലാം മറന്ന് കളിക്കാന്ന് പറയാം. അതായത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ടിരിക്കുന്ന ക്യാമറ പോലും മറന്നുപോയി. നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഒരു രക്ഷ. പിന്നെ ശ്യാമിൻ്റെ എൻട്രിയിൽ വന്നൊരു തകർപ്പ് തുടങ്ങിയിട്ട് ആ ഡാൻസ് എന്ന് പറയുന്നത്, ശ്യാം ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പിന്നെ പല സ്ഥലങ്ങളും കലാമണ്ഡലം ശ്യാം എന്ന് അറിയുന്നു. അല്ല, ഈ സുധീഷ് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നെ അങ്ങാതി, അന്ന് ആറ്റി ചാടിയിട്ട് പോയതാ, ഇപ്പോഴാ വരുന്നത്. അല്ല, ഇതിലേ ചില നമ്മൾ ഈ പിള്ളേർ കരയുമ്പോഴേ പിള്ളേരെ ചിരിപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കിടന്ന് കളിക്കുന്നു. എന്ത് വേണേൽ കളിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് ചിരിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്ലേ ഭയങ്കരമായിരുന്നു, അസാധ്യമായി. കാരണം ഇത് ഒരു ഗംഭീര വൈറലാകാമെന്ന ഒരു സ്കിറ്റാണ് കേട്ടോ ഈ ഒരു സാധനം. അതെ, ഇതുപോലെ ആകട്ടെ എല്ലാ സ്കിറ്റുകളും ഇങ്ങനെ ഗംഭീരമായിട്ട് കളിക്കണം. ഇനി നിങ്ങളുടെ കയ്യിലാണ് തട്ട്, ബാക്കിയുള്ള നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം കേട്ടോ. അടിപൊളി. താങ്ക് യു പ്രജേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ആ മാർക്ക് അങ്ങോട്ട് കൊടുത്താലോ, ആ പൈസ അങ്ങോട്ട് കൊടുത്താലോ? ആദ്യം ആരാ കൊടുക്കുന്നേ? ഞാൻ കൊടുക്കാം. കൊടുക്ക. ഞാൻ ഒട്ടും കുറയ്ക്കാതെ ഒരു 18 മാർക്കും കൊടുക്കും. 18,000 രൂപ. ഓക്കെ, ജാഫർക്ക് എത്ര കൊടുക്കും? ഞാൻ ഒരു 14 രൂപ. 18, 10, 28, 4, 32,000 രൂപ ആയിട്ടുണ്ട്. പ്രജേട്ടാ, കനത്തിൽ അങ്ങോട്ട് കൊടുത്തേരെ. പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. അടിപൊളി. ഇതേപോലുള്ള ഉഷാർ ഐറ്റങ്ങളുമായിട്ട് വരിക. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ടീമാണ് വരുന്നത്. ആരാത്? പത്തനംതിട്ടക്കാർക്ക് ഒരുപാട് സുപരിചിതരായ 3 പേര്. ഓക്കെ, പക്ഷെ അതിൽ ഇന്ന് ഹരിയില്ല, രാജേഷ് കൊട്ടാരത്തിലും സുഹിത്തുമാണ് വരുന്നത്. കൂടെ സനീഷും. നല്ലൊരു കൈഡി. പൊടിയും കൊച്ചാടിന്റെ ഈ ഭസ്മം ഇന്നെങ്കിലും എനിക്ക് കൊണ്ടൊന്നൊന്ന് ഒഴുക്കണം. മനസ്സിലൊരു പൂമാല കൊരുത്തു വെച്ചതാരാണ്? അയിലായോ എന്റെ പൊടിയും കൊച്ചാട്ടാ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? എന്നെ കൈവെള്ള കൊണ്ട് നടന്ന ആളാ, ഇപ്പൊ നേണ്ട് കരിഞ്ഞ് എന്റെ കയ്യിൽ വെള്ളയിലിരിക്കുന്നു. വിടരും മുമ്പ് കൊഴിഞ്ഞു പോയ എന്റെ പുഷ്പമേ, എന്റെ പൊടിയും കൊച്ചാട്ടാ, നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കാശി കൊണ്ട് ഞാൻ ഒഴുക്കും. അതിന് കാശ് ഒരു പ്രശ്നമല്ല, ഞാൻ കാശി തന്നെ കൊണ്ട് ഞാൻ ഒഴുക്കും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നടാ. എടാ, നിനക്കറിയാവേ അപ്പൂപ്പന് ചിതാഭസ്മം ഒഴുക്കാൻ പോകുമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഗോവയ്ക്ക് പോകുന്ന കാര്യം ആർക്കും അറിയത്തില്ല. എന്റെ പൈസയോ? ഞാൻ വീട്ടിൽ ഇരുന്ന് ആർട്സിനെ വിറ്റില്ലയോ? ഹാൻഡ്സ് അല്ല, ആർട്സ്. ഒന്നിക്കുള്ളുണ്ടെങ്കിൽ അവിടെ SC ഇറക്കണം. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചാ. എന്റെ വീട്ടിലുണ്ടോ എന്തോ ഇരിക്കുന്നേ? ആടില്ലയോ? പശു ഉണ്ടോ? എത്ര എണ്ണോ? 3? അപ്പം പശൂസ് അതിനെ വിട്ടിട്ട് പെട്ടെന്ന് വാ. ഓ അമ്മൂമ്മേ, ജയന്തി പോയോ? ജയിലിൽ പോയിട്ട് 2 വർഷമായി. സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലയോ പോയത്? അപ്പൊ 2 പിള്ളേരും ഉണ്ട്. അവിടെ ആരാ നീ? നിങ്ങളുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ഒളിച്ചോടി കഥയല്ല ഞാൻ ചോദിച്ചേ. ജയന്തി ജനത ട്രെയിൻ പോയോന്ന്? എനിക്കറിയത്തില്ല. ഓർണത്തെ കെട്ടി വലിച്ച് ഒരു 10-25 എണ്ണം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആരോട് പറയാനൊക്കെ ഉണ്ടാ? അമ്മൂമ്മ എന്താണ് ഈ പായിട്ട് ഇവിടെ ഇരിക്കുന്നേ? അവിടെ വെളിയിൽ നിൽക്കുന്ന പോലീസിന്റെ കയ്യിൽ ഈ ചീട്ട് കൊടുത്തപ്പം പറഞ്ഞത്,
പായിട്ട് രണ്ടി പോയിരിക്കാൻ. എന്റെ അമ്മൂമ്മ പായിട്ട് രണ്ടി പോയിരിക്കാനല്ല, പ്ലാറ്റ്ഫോമിൽ രണ്ടി ഇരിക്കാൻ. അറിയാമോ അങ്ങോട്ട് ഇത് എന്തിനാ കയറ് കെട്ടി വെച്ചേക്കുന്നേ? എടാ അതെന്തുവാന്ന് ചോദിച്ചാ കാറ്റടിച്ചു കഴിഞ്ഞാൽ എന്നെ പറത്തിക്കൊണ്ടു. എന്റെ സുരക്ഷത എനിക്ക് നോക്കിയേ പറ്റൂ. അവിടെ ഇരി. എവിടെ പോവാ? ഞാൻ കാശിക്ക് പോവാ. ഒറ്റയ്ക്കോ? ഞാൻ ഇപ്പൊ സിംഗിൾ ആയിട്ട് ഞാൻ നടക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഇത്രയും ദൂരെ പോയില്ലയോ, അപ്പൊ കൂടെ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്റെ പൊടിയൻസിന്റെ ചിത ഞാൻ കൊണ്ടുവന്ന് ഒഴുക്കാൻ പോവാ. പൊടിയൻസ് എന്ന് പറഞ്ഞ മോനാണോ കൊച്ചുമോനാണോ? മോനാണോ എന്റെ പൊടിയൻസ്? എന്റെ പൊടിയൻ കൊച്ചാട്ടൻ. ഓ അപ്പം ഭർത്താവ്. ഭർത്താവ് ജീവനോട് ഇരുന്നപ്പോ അവൻ എന്നെ ജീവനോട് ഒഴുക്കാൻ നോക്കിയവനാ. അവനെ ഞാൻ കൊണ്ട് ഒഴുക്കും ഇപ്പം. ഓ അതുക്കും മേലെ മനസ്സിലായി, ബെറ്റിയാണല്ലേ? എന്തുവാനും ആട്ടോ മോനെ, നിന്റെ ഫോൺ ഇങ്ങോട്ടൊന്ന് വേണം. എന്തോന്ന്? എനിക്ക് വീട്ടിലോട്ടൊന്ന് വിളിക്കാനാ. ഇത് ടച്ച് ഫോണാ? എന്റെ ജീവിതം തകർത്ത ഫോണാ ഇത്. തന്നാ മതി. ഈ ഫോണ് കാണുമ്പം എനിക്ക് എന്റെ പൊടിയും കൊച്ചാളിനെ ഓർമ്മ വരുവാ. ലോക്കെന്നഴിക്ക് ഇത് പറഞ്ഞാ തുറക്കുന്ന ലോക്കാ. വോയിസ് ലോക്കാ. ഒന്നാ പറ. പൊടിയും കൊച്ചാട്ടാ തുറക്ക്. പൊടിയും കൊച്ചാട്ടാ തുറക്ക്. അമ്മമ്മ എന്തോ ഓർത്തോണ്ടിരിക്കുവാ? ഞാൻ പഴയ കുറച്ച് കാര്യം അങ്ങ് ഓർത്തു പോയി. ഇത് പറഞ്ഞാ തുറക്കുന്ന ലോക്കല്ലയോ? വോയിസ് ലോക്കല്ല, ഇങ്ങോട്ട് ഞാൻ തുറന്നു തരാം. തുറക്ക. അയ്യോ നീ എവിടെ പോവാ മോനെ? ഞാൻ അപ്പൂപ്പന് ചിതാഭസ്മം ഒഴുകാനേ കാശിക്ക് പോവാ. അത് ശരി. ചിതാഭസ്മം എന്തിയേ? ചിതാഭസ്മം എവിടെ ഇരിക്കുന്നു? എവിടെ? അയ്യോ അതായിരിക്കുന്നു. ഇതിന് വേറെ അവകാശമുണ്ട്. അയ്യോ അപ്പൊ എന്റെ ചിതാഭസ്മം എന്തിയേ? അയ്യോ ഞാൻ ചായ കുടിക്കാൻ വെച്ച ഹോട്ടലിൽ വെച്ചങ്ങ് മറന്നത്. ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ. അവിടുന്ന് ഫോൺ വിളിക്കാം അമ്മൂമ്മ. എന്തോ മറവിയാന്ന് പറയണ എന്റെ ദൈവമേ. ഹലോ ഉഷേ, ഞാൻ ഇവിടെ എത്തി. വേണ്ട ഒരു കാര്യം എന്നോട് നീ പറയണ്ട. ഞാൻ ഇതാണ്ട് അടുത്ത് തന്നെയുണ്ട്, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ആള്. ഇത് ഇവിടെ ഉള്ള ഒരു പയ്യന്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. നാളെ ഉദയം കാണുന്നതിന് മുമ്പ് എനിക്കിത് ഒഴുക്കണം. വാസുദേവന്റെ മോന് ഉദയന്റെ കാര്യമാണെന്ന് പറഞ്ഞേ. സൂര്യോദയം കാണുന്നതിന് മുമ്പ് എനിക്കിത് കൊണ്ടുവന്ന് ഒഴുക്കണമെന്ന്. പിന്നെ വേറൊരു കാര്യം പറയാൻ, കിണറിന്റെ അവിടെ ഇല്ലയോടെ ആ ചെമ്പരത്തിയാൽ എൻ്റെ അടിപ്പാവാടെയും ബ്ലൗസും കഴുകിയിട്ടിട്ടുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് അതൊന്ന് എടുത്തിട്ടേക്കണേ. ആടിന് വെള്ളം വെച്ച് ആടിന്റെ കാര്യം പറഞ്ഞപ്പോ അവക്ക് കിട്ടിയോ? മോനെ അതെടുത്ത് ആ ബാഗിനകത്തുനിന്ന് എടുത്ത് ഇവിടെ കാണുമ്പോ അത് കുറച്ച് ഉടഞ്ഞു പോവാതെ. ഓ ശരിയാണല്ലോ. ഫോൺ വിളിച്ചായിരുന്നോ? വിളിച്ചു. ഞാൻ വിളിക്കട്ടെ. ട്രെയിൻ 1 മണിക്കൂർ വൈകിയേ വരത്തുള്ളൂ. ഞാൻ ഭാര്യ വിളിച്ചെന്ന് പറയട്ടെ. വിളിച്ചോ. സ്നേഹേ. എന്റെ പൊടിയും കൊച്ചാട്ടാ, എന്റെ മുത്തേ. അത് നിങ്ങളുടെ പൊടിയും കൊച്ചാട്ടന്റെ ചാരമല്ല, എന്റെ ചാരവാ. എന്റെ പൊടിയും കൊച്ചാട്ടന്റെ ചാരം ഞാൻ ഇവിടെ ഇല്ലയോ കൊണ്ടുവച്ചത്? ഇപ്പൊ ഇവിടെ ചെറുക്കനില്ലയോ, അവന്റെ അപ്പൂപ്പനാ ഞാൻ. അവൻ എന്നെ ഒഴുക്കാൻ കൊണ്ടുവന്നതാ. ഇതാ നിങ്ങളുടെ പൊടിയും കൊച്ചാട്ടന്റെ ചാരം, അതെന്റെ ചാരം. നിങ്ങളപ്പോ ആത്മാവാന്നോ? അയ്യോടിയേ, ഞാൻ ആത്മാവിനെ ആദ്യമായിട്ട് കാണുക. പക്ഷേ അവൻ എന്നെ കാണാൻ പറ്റത്തില്ല. അതെന്താ അവന്റെ കണ്ണി കുരുവാന്നോ? നാളെ അയിലല്ലേ? നാളെ അയിലയാന്നോ മത്തിക്കറിയാന്നോ അറിയത്തില്ല. തീവണ്ടി കിട്ടുന്ന ഭക്ഷണമാ. അതല്ല ചോദിച്ചേ, നിങ്ങളുടെ നാള് ആയില്യമല്ലേ? എന്റെ നാള് ആയില്യമാ. ആയില്യം നാളുകാരായ സമപ്രായക്കാർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ. അത് ശരി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുക സ്വന്തം അസ്ഥി അഴുക്കാൻ കൊണ്ടുവന്ന ആത്മാവിനെ. അമ്മ ഇത് ആരോടെ കാര്യം പറയുന്നേ? നിന്റെ അപ്പൂപ്പനോട്. എന്റെ അപ്പൂപ്പൻ മരിച്ചു, അപ്പൂനെ പറയല്ലേ? എടാ നിന്റെ അപ്പൂപ്പന് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇപ്പൊ ഞാൻ എന്നോട് തന്നെ അങ്ങ് പറഞ്ഞതാ. മോനെ ഇത് ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടുത്തത് ഈ സ്റ്റേഷൻ എവിടാ ചെന്ന് നിൽക്കുന്നത്? അടുത്തത് എനിക്ക് തോന്നുന്നത് തിരുനെൽവേലി. തെണ്ടിക്കല്. എല്ലാം രണ്ടും കൂടെ തെണ്ടിക്കല്ലേ? ഞാനിപ്പം തെണ്ടിച്ചു. എടാ ഈ ട്രെയിൻ വരുമ്പോ എന്റെ കാലിനെന്തോ വേദനയാണെന്നറിയാമോ? എനിക്ക് ആ തീവണ്ടി വന്നിട്ട് വേണം അതിൽ കയറി ഒന്ന് കിടക്കാൻ. അതിന് പേടിക്കണ്ടെന്നാ, വണ്ടി വരുമ്പോ മണ്ടയ്ക്ക് കയറി കിടക്കാം. ആരുടെ വണ്ടി കയറി കിടക്കാൻ? ഞാൻ ആത്മാവ ആർക്കും കാണാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ എന്നോട് തോന്നിവാസം പറയരുത്. ഞാനെന്ത് തോന്നിവാസം പറഞ്ഞു? എടാ നിനക്കെന്തോ, നീ നിനക്ക് ഇരുന്നിട്ട് കുത്തുവാ. അല്ല ഞാൻ അമ്മ എന്നോട് എന്താ പറയുന്നത്? എടാ ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ പറഞ്ഞതല്ല, നിന്നോട് ഞാൻ പറഞ്ഞതല്ല. ഞാൻ ഇവിടെ തന്നെ അങ്ങ് സംസാരിച്ചതാ. ഞാൻ പറഞ്ഞത് ബർത്തേ കിടക്കാവെന്നാ. എന്റെ ദൈവമേ, ഞാൻ ഈ വയ്യാതിരുന്ന ഞാൻ ആരോട് വെറുത്ത് കിടക്കാനായി പറയുന്നത്? എന്തിനാ വെറുത്ത് കിടക്കുന്നേ? എടാ ഞാൻ ഇവിടെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. അമ്മയ്ക്ക് കിടക്കണം. അമ്മ ട്രെയിൻ 1 മണിക്കൂർ വൈകിയേ വരത്തുള്ളൂ. ഒരു കാര്യം ചെയ്യ്, അതുവരെ ഇവിടെ പായിട്ട് കിടക്ക്. അതല്ല പൊടിയും കൊച്ചന്റെ കൂടെ പോകാനാണെങ്കിൽ ആ ട്രെയിൻ പാളത്തിൽ കയറി കിടക്ക്. ആർക്കും കാണത്തുമില്ല, നിന്നങ്ങ് ചിരിച്ചോളുവാ. ചിരിച്ചു. അപ്പൂപ്പനും കൊള്ളാം, ചെറുമാനും കൊള്ളാം. അപ്പാപ്പൻ കൊള്ളാം, ചെറുപഴം കൊള്ളാമെന്ന്. എടാ ഒന്നും പറയാൻ പറ്റത്തില്ലേ? നീ വന്നേ. എന്താ എന്റെ നിങ്ങളെവിടെ ഇടിച്ചു കയറിപ്പോ? പോ അങ്ങോട്ട്. ആർക്കും കാണാൻ പറ്റത്തില്ല, മുന്നേ നിൽക്കുവാ. നീ എവിടെ പോവാ? പറഞ്ഞേ പോകാൻ. എന്തുവാ അടിച്ചേ.
ഇതിലിട്ട് എന്തിനിട്ട് പിടിക്കുവാ? ഇത് കഴിക്കാൻ പറഞ്ഞ്. കഴിക്കാനാന്ന് എന്നോട് പറഞ്ഞേ. പിന്നെ? ഇതൊന്ന് അഴിക്കാൻ. ഓ മോനെ, ഈ പറഞ്ഞതിന്റെ ഇടയ്ക്ക് നിന്നോട് ഞാൻ ചോദിക്കുവാന്നേ, നിനക്ക് എവിടെ ആയിരുന്നു ജോലി? ഞാൻ ഇവിടെ കുറച്ച് നാളങ്ങ് ഗൾഫിലായിരുന്നു. ഗൾഫിൽ ഞാൻ പോയത് എങ്ങനെ അറിയാവാ? ഞാൻ ചെറിയ കുടുക്കൊക്കെ പൈസ ഒക്കെ ഇട്ട് സമ്പാദിച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലൊക്കെ പോകുന്നു ആ പൈസയും കൊണ്ട്. അവന്റെ കൊടുക്ക കുറെ കിടന്നപ്പോ എന്റെ കാര്യത്തിന് മാല പൊട്ടിച്ചോണ്ട് പോയവനവൻ. ജോലി എന്തുവായിരുന്നു നിനക്ക് ഗൾഫില്? ഞാനവിടെ പനപ്പഴം പറിക്കുമായിരുന്നു. എടാ, ഈ വഴിയും വഴിക്കരം കേട്ട് നീ അവിടെ പോണോ ഈ പന്നപ്പഴം പറിക്കാൻ? നിനക്ക് ഇവിടെ എന്തുമാത്രം നല്ല പഴം ഉണ്ടായിരുന്നു. എന്റെ അമ്മ ഈന്തപ്പഴം. ഈന്തപ്പഴമായിരുന്നു. ഓ എങ്ങനെ കേക്കാന്. എനിക്ക് 2 മക്കളാ. അത് ഞാനാണോ കാരണക്കാരി? 2 മഴക്കാന്ന്. പിന്നെ വാഴ നട്ടാ വാഴക്കേലി ഉണ്ടാകുന്നത്. ആര് വാഴ നട്ട്? ഇല്ല അപ്പൂപ്പൻ. എപ്പോ? ഇവിടെ. എടാ, നിനക്കെന്ന് ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല. ഓ അതെങ്ങനെ ഇവനായിട്ട് കാണാനും പറ്റത്തില്ല ഈ സാധനത്തിന്. അങ്ങ് നീക്കുവാ. മക്കളുടെ കാര്യം. മാരങ്ങ് 2 വീട്ടിൽ കിടന്നങ്ങ് വഴക്കാന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവരിൽ ആരാ മൂത്തത്? മൂത്തത് ഇളയവനാ. അതെങ്ങനെയാ മൂത്തത് ഇളയവനാകുന്നേ? ആദ്യം വഴക്കുണ്ടാകുമ്പോ ഇളയവനാ കയറി ആദ്യം മൂക്കുന്നേ. അവന്റെ മൂപ്പൊന്ന് കാണണം. ഞാൻ കണ്ടിട്ടില്ല. ഇമാർ 2ന്റെയും വഴക്ക് കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അത്യാവശ്യം എനിക്ക് നാട്ടിൽ നിലവിലുള്ളവനാ. അപ്പൊ ഒരു കാര്യം, ആത്മാവിടോട്ട് ഇരുന്നാട്ടാ. വന്നേ. അപ്പൂപ്പൻ നാട്ടിൽ ഡീസന്റ് ആയിരുന്നു. ആ പിന്നെ ഇതുപോലൊരു പന്ന അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നു ദൈവമേ, ഇങ്ങോട്ട് നോക്കിയേ. എന്ത് കണ്ടോ? സത്യം പറഞ്ഞപ്പോ ആത്മാവ് പോകേണ്ട വഴിക്ക് പോയി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് സരസ്വതി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ വീടിന്റെ അടുത്ത് ഒരു കലങ്ങിന്റെ ഫ്രണ്ടിൽ പോയി എന്നും വൈകുന്നേരം ഈ അപ്പൂപ്പൻ പാട്ട് പാടും. ഈ പാട്ടിനുണ്ടല്ലോ കോപ്പിറൈറ്റ് അടിച്ച്. എടാ, ഇങ്ങനെ കോപ്പിറൈറ്റ് അടിക്കാത്ത പാട്ട് പാടരുതായിരുന്നു. കോപ്പിറൈറ്റ് അല്ല, ആ ചേച്ചിയുടെ ഭർത്താവ് ഗോപി റൈറ്റിന് അടിച്ചു, വലത്ത് സൈഡ് അടിച്ചു. 2 മാസം കിടപ്പിലായിരുന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് വേറെ വില അറിയാവോ? മദ്യം കഴിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് എന്നും മഴക്കാം. എന്റെ പാവം പിടിച്ച് അമ്മൂമ്മയെ പിടിച്ച് അങ്ങ് ഉപദ്രവിക്കും. ലാസ്റ്റ് സഹി ഇട്ടിട്ട് അമ്മൂമ്മ ചെറുവത്തടി എടുത്ത് തളിക്ക് ഒറ്റ അടിയായിരുന്നു. നാക്കളായി പോയില്ലയോ? അല്ല, ചെറുവേട നാക്കളായി പോയില്ലയോ? ചെറുവേട നാക്കായിരുന്നു. ഞാനോ ചോദിക്കട്ടെ, നിന്റെ അപ്പൂപ്പന് ഈ ചെലവക്കടി കെട്ടിയാണോ ചത്തത്? അയ്യോ അല്ല, അങ്ങനെയല്ല മരിച്ചത്. ഞങ്ങളുടെ വീടിന്റെ ഒരു ടവർ ഉണ്ടായിരുന്നു. ആ ടവറിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുമായിരുന്നു അപ്പൂപ്പൻ. ചുമ്മാതാ, ഞാൻ തയ്യാറെടുത്താ ചത്തത്. അപ്പം തയ്യാറെടുത്ത് നിൽക്കുവാരോ നിങ്ങൾ നേരത്തെ ചാകാൻ? അതല്ലെന്ന്, വീട്ടിലൊരു സ്കൂട്ടറും ടയറെടുത്ത് നെഞ്ചത്ത് വെച്ച് ഞാൻ ചത്ത്. തയ്യാറെടുത്തല്ലോടാ നിങ്ങളുടെ അച്ഛൻ അപ്പൂപ്പൻ മരിച്ചത്. ആര് പറഞ്ഞു? അത് നീ ഇപ്പം പറഞ്ഞു. നിനക്കിതൊന്നും അറിയത്തില്ലയോ? ഞാൻ പിന്നെ അങ്ങനെ മറവിയുണ്ട്. അയ്യോ ആ ടയർ വീണാ മരിച്ചത്. പക്ഷെ അപ്പൂപ്പന്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? ചന്ദന മുട്ടിയിട്ടാ കത്തിച്ചത്. എന്തോ കള്ളത്തരമായി പറയാന്നറിയാവോ? ആ ടയറെല്ലാം കൂടെ വെട്ടിക്കണ്ടിച്ചിട്ടാ എന്നെ കത്തിച്ചത്. ടയറെല്ലാം കൂടെ വെട്ടിക്കണ്ടിച്ചല്ലേ അപ്പൂപ്പനെ ഇരിച്ചത്? എന്തോ ആര് പറഞ്ഞു? അത് എനിക്കറിയാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രഹിച്ചറിയും. അങ്ങനെയാണെങ്കിലേ എന്റെ ഫോണിൽ ആരൊക്കെയാ വിളിക്കുന്നുണ്ടെന്ന് പറ. നിന്റെ ഫോണില് പലരും ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാർ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അമ്മൂമ്മക്കാണ് അറിയാം. അതിന് മുമ്പേ നീ മൊബൈൽ വിളിക്കാൻ തന്നപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചോദിക്കും, ഈ ട്രെയിനല്ലാതെ ഇനി അടുത്ത ഏത് ട്രെയിൻ ഉണ്ട് മോനെ? അടുത്ത ട്രെയിൻ എന്റെ ഊഹ ശരിയാ, കൊച്ചിൻ ഉരുളയുണ്ട്. ഉച്ചയ്ക്ക് ഉരുള വരുന്നിടം വരെ ഞാൻ ഇവിടെ വായി തുറന്നിരുന്നാൽ മതിയോ? ഉച്ചയ്ക്ക് ഉരുളയല്ല, കൊച്ചിനൊരു കുരുള വരുന്നുണ്ട്. ട്രെയിനിന്റെ പേരാ ഞാൻ പറഞ്ഞത്. ഉരുളയല്ല, വായടച്ചോ. ട്രെയിനിന്റെ കാര്യമോ പറഞ്ഞത്? കുറെ നേരം കൊണ്ടോ ചോദിക്കണം വിചാരിച്ചതാ. ഈ പൊടിയും കൊച്ചാട്ടന്റെ വീട് എവിടാ? പൂങ്കാവ് ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞ് ആ വലത് കാണുന്ന ആദ്യത്തെ വീടാ. അയ്യോ, നമ്മളെ BP പൊടിയൻ. BP ആണോ പമ്പരമാണെന്ന് അറിയത്തില്ല. ഞാൻ ഒരു ഇച്ചിരി ചുണ്ണാമ്പ് അങ്ങോട്ട് കൊടുത്തപ്പം കയറി കൊളുത്തിയ കൊളുത്ത. ഈ BP പൊടിയനും ഞാനും ബാല്യകാല സുഹൃത്തുക്കളാ. ആണോ? പിന്നെ എനിക്കറിയാത്ത ഒരു രഹസ്യം അവനുമില്ല, അവൻ അറിയാത്ത ഒരു രഹസ്യം എനിക്കും ഇല്ല. സത്യം പറയാൻ നാണം വരുന്നു. അപ്പൊ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞു കാണുമല്ലോ. 24 മണിക്കൂറും അവന്റെ പ്രണയിനിയെ കുറിച്ച് പറയാനേ നേരമുള്ളു. അയ്യോ പൈപ്പ് വെള്ളം കൊണ്ടുവന്നില്ലല്ലോ. അമ്മ വെള്ളം വേണോ? എന്തോ പേര്? പാലുമതി. പാലുമതിന്നോ? പാലുമതി എന്നാന്ന് പറഞ്ഞ എന്റെ പേരാ പറഞ്ഞ പാലുമതി. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. വെള്ളം എടുത്തോളൂ. പാലുമതി എന്നുള്ള പേരല്ലല്ലോ മൂടിയൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്തോ പേരാ പറഞ്ഞിട്ടുള്ളത്? അവൻ പറഞ്ഞ പേര് ദാക്ഷായണി. ദാക്ഷായണിയോ? അങ്ങനല്ല, നിങ്ങൾക്ക് തിരിയാത്തതാ പാലുമതിനെ അങ്ങനെ പറയത്തുള്ളൂ. എന്റെ ദൈവമേ, അവൻ 24 മണിക്കൂറും പറയുന്ന ദാക്ഷായണി 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 എന്നാ. ദാക്ഷായണിയോ? പൊടിയാ. നിന്നെ ഞാൻ ഇതുവരെ കൊച്ചാട്ടാന്നാ വിളിച്ചത്. ഇനി എന്റെ ആവശ്യമില്ല. ഇനി ഞാൻ എത്ര നാള് നിന്നെ ഹൃദയത്തിൽ കൊണ്ട് നടന്നട ഹൃദയത്തില്. എന്തിനാ ഈ സൈഡിൽ നിന്ന് പറയുന്നേ? ഇവന്റെ ഇടത്തെ ചെവി ഏക്കത്തില്ല. അറിയാമോ? കാശിയിലൊഴിക്കാൻ നീ വേറെ എവിടെയെങ്കിലും ചെന്ന് കയറും. അറിയാമോ? അടുത്ത വാവിന് നീ വരും വാവട തിന്നാൻ. നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. എന്റെ ജീവിതം തർത്തോട്ടാ നീ പോകുന്നത്. നീ പൊടിയനല്ല, പൊടിയാ. നീ പറന്ന് നടക്കൂടാ. എന്തുവേടാ? വട്ടാണോ? വട്ട് നിന്റെ അപ്പൂപ്പന്. അമ്മുമ്മയല്ല, കുമ്പമ്മ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല ആത്മാക്കൾക്കും അറിയാം കുടുംബം തകർക്കാൻ.
കിടിലൻ. ജാഫർക്ക തുടങ്ങിക്കോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ആത്മാർത്ഥമായിട്ടുള്ള ചിരി ഉണ്ടാക്കി ചിരി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ചെറിയൊരു കുഞ്ഞു പ്രശ്നത്തിലേക്ക് വന്നു. നമ്മൾ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചെറിയൊരു ഫോൾട്ടൊക്കെ ഉള്ളൂ. പക്ഷേ നന്നായിട്ട് ചിരിച്ചു. നല്ല സ്കിറ്റായിരുന്നു. കുറേ കൂടെ ആൾക്കാരെ ഇട്ട് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനൊന്ന് അടിപൊളിയായിട്ട് കാപ്പി ചായയൊക്കെ പോകായിരുന്നു. അവിടെ ആത്മാവും അമ്മൂമ്മയും കളന്ന് കളിക്കായിരുന്നു. അമ്മൂമ്മ അടിച്ച് തകർത്തു വന്നു. അളിയാ സെറ്ററളിയാ അളിയൻ പിന്നെ പറയണ്ടല്ലോ. ഞാൻ ശരിക്കും ആസ്വദിച്ചു. നല്ല ഗംഭീര ഷോ ആയിരുന്നു. നല്ല പരിപാടിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അതായത് 2 പാർട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ പാർട്ടാണ്. ആ 2 പാർട്ടും വൈറലായിരുന്നു. അതിനേക്കാൾ കൂടുതൽ വൈറലാകാൻ പോകുന്ന ഒരു സ്കിറ്റാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഫാൻസുകൾ നിങ്ങൾക്ക് കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഒക്കെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ പറയുന്നത് സാധാരണക്കാരുടെ ഭാഷയിൽ സാധാരണ സ്കിറ്റുകൾ ചെയ്ത് ജനങ്ങളുടെ കൈയടി മേടിക്കുന്ന കിടിലൻ ആർട്ടിസ്റ്റുകൾ എന്നാണ് നിങ്ങൾക്ക് വരുന്ന കമൻറ്റുകൾ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ആത്മാവും അമ്മുമ്മയായിട്ടുള്ള കോമ്പിനേഷനിൽ ചെറിയ റിഹേഴ്സലിൻ്റെ ചെറിയൊരു പ്രശ്നം. അതായത് നല്ല രീതിയിൽ ഇങ്ങനെ ഓടി വന്നിട്ട് ഇടയ്ക്കൊന്ന് ചെറിയൊരു സ്ലിപ്പ്. അതെനിക്ക് തോന്നുന്നു പെട്ടെന്ന് നിങ്ങളൊരു മൂഡ് ഔട്ട് ആയതാണോ അതോ എന്താ പറ്റിയെന്നറിയില്ല. പക്ഷേ നിങ്ങൾ തകർത്താടിയെന്ന് പറഞ്ഞാൽ കാര്യം നമ്മൾ തുടക്കം തൊട്ടുള്ള ചിരി അവസാനം തീരുന്നിടം വരെ ആ ചിതാഭസ്മം ഇരുത്തിക്കൊണ്ട് അങ്ങനെ ഹ്യൂമർ ചെയ്യാവോ. പിന്നെ നമുക്ക് ഈ പറയുന്ന ഒന്നിക്കൂടുതലുണ്ടെങ്കിൽ ആർട്സ് അതൊക്കെ ഉഗ്ര സാധനങ്ങൾ കേട്ടോ എന്നൊക്കെ പറയുന്ന പശൂസ് എല്ലാ കൗണ്ടറുകളും നമുക്ക് ഓർത്തിരിക്കുന്ന കൗണ്ടറാണ്. ഇതെല്ലാം ഇനിയും ഒരുപാട് വൈറലാകട്ടെ. കിടിലമായിട്ട് ഇനിയും ഒരുപാട് നല്ല സ്കിറ്റുകളായിട്ട് വരിക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു ചേട്ടാ. നന്നായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊടിയൻ കൊച്ചേട്ടനെ ഇപ്പം കൊല്ലണ്ടായിരുന്നു. കാര്യം അത് ഒത്തിരി ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ ഇത് ഭയങ്കര രസമായിരുന്നു. ബേസിക്കലി പറഞ്ഞാൽ അമ്മുമ്മ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ആത്മാവ് വന്നതിൻ്റെ കുറച്ച് ടൈമിങ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ചെയ്യാം. ഈ ആത്മാവിനെ വെച്ചിട്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാമായിരുന്നു. ഇതിപ്പോൾ പെട്ടെന്ന് തീർന്ന പോലെ ഫീൽ ചെയ്ത്. കാര്യം നല്ല സാധനം പെട്ടെന്ന് തീരുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അതെ. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെയുള്ള റിഹേഴ്സലിൻ്റെ കാര്യങ്ങൾ, ഈ മറവിയുടെ കാര്യങ്ങൾ, ടൈമിങ്ങിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ചെയ്യണം. അമ്മുമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. നല്ല രസമായിരുന്നു. നാട്ടുമ്പുറത്തുള്ള മെനകെട്ട ഒരു അമ്മുമ്മയെ. അത് ഒരു ആണ് പെൺവേഷം കെട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അത് ആണായി മാറും. ഇത് ഇല്ലേ തുടക്കം മുതൽ തീരുന്ന ഒരു അമ്മൂമ്മ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. അല്ല അത് മെയിൽ വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ സ്വന്തം വോയിസിലാണ് പറഞ്ഞിരിക്കുന്നല്ലേ. ആ വോയിസിൽ തന്നെ പറഞ്ഞിട്ട് നമുക്ക് അതുമായിട്ട് സിങ്ക് ആകും. ആ രൂപവും ശബ്ദവും അല്ല അതല്ല ഈ പൊടിയൻ കൊച്ചേട്ടൻ കൈ ഇരിക്കുന്നോണ്ടാണ് ആ ഒരു ധൈര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് പൊടിയൻ കൊച്ചേട്ടനെ കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. ഇനിയും ഒരുപാട് നമുക്ക് അതിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പൊടിയൻ കൊച്ചേട്ടനെ അല്ലെങ്കിൽ പുള്ളിയുടെ അനിയനെ കൊണ്ടുവരാം. ഇരട്ടകളായിരുന്നു ഇവര്. ഒരാളെ കൂടെ ചാടിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്ക് മാർക്ക് വാങ്ങിക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു 10,000 രൂപ കൊടുക്കാം. ഓ അടിപൊളി. 10,000 രൂപ. ഓക്കെ, രണ്ടാമത് ഞാൻ 1,000 കൂടെ കൂട്ടി 11 രൂപ കൊടുത്തു. ഓ അടിപൊളി. അപ്പൊ ടോട്ടൽ 21,000 രൂപയായി. അപ്പം ഞാൻ ടോട്ടൽ ഇങ്ങോട്ട് അയച്ചു. അല്ല, ഞാൻ ആ 11,000-ന്റെ കൂടെ ഒരു വേണ്ട അതവിടെ കാണാം. 40,000 രൂപ നല്ല എമൗണ്ട് ആണ്. അപ്പം ഇതിന്റെ 4ാം പാർട്ടോ അല്ലെങ്കിൽ വേറൊരു സാധനമായിട്ടോ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. യെസ്, താങ്ക് യു. ഇച്ചിരി വലിച്ചിരുന്ന കീറിപ്പോനെ. അയ്യോ, നേരം വിളിച്ചല്ല. ഹലോ എടാ, എന്ത് പരിപാടിയാണോ നീയൊക്കെ കാണിച്ചത്? നമ്മൾ 4 പേരും കൂടിയാണ് മോഷ്ടിക്കാൻ വന്നത്. അവിടെ നിങ്ങൾ എന്നെ ഇട്ടേച്ചും പോയാ? ഞാൻ മോഷ്ടിച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങണ സ്വഭാവം നിങ്ങൾക്ക് അറിയാലേ. എന്നെ കൂടി വിളിച്ചിട്ട് പോടാ. തൊണ്ടി മുതലൊക്കെ ഇവിടെ ഇട്ടിരിക്കണേ. എന്നെ പിടിക്കും. എന്റെ ദൈവം, എന്ത് ചെയ്യും ഞാൻ എങ്ങനെയെങ്കിലും കയറി വരാം. എന്റെ വീടായത്. എന്റെ വീടായത്. രക്തബന്ധങ്ങളൊന്നും ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അയ്യോ, രക്തബന്ധമാണോ? അയ്യോ, മണിച്ചിത്തോട്ടിലെ കുഞ്ഞമ്മ.
മണിച്ചിത്തോട്ടിലെ കുഞ്ഞമ്മയുടെ മണിച്ചിത്തോട്ടിലെ കുഞ്ഞമ്മയുടെ മാപ്പിള. അയ്യോ എന്റെ കൊച്ചിച്ചൻ. കൊച്ചിച്ചൻ? അയ്യോ സോറി കൊച്ചിച്ചൻ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താണെന്നറിയാമോ, ഞാൻ അന്ന് ചെറുപ്പത്തിലാണല്ലോ അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ കൊച്ചിച്ചൻ നാട് വിട്ട് പോവുകയും ചെയ്തു. അയ്യോ വളർന്നു അങ്ങ് വലുതായി കേട്ടോ. എനിക്ക് മനസ്സിലായില്ല കൊച്ചിച്ച, ഒന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ കുഞ്ഞമ്മ ഒന്ന് വിളിക്കട്ടെ. അയ്യോ അല്ല, എന്റെ കുഞ്ഞമ്മയുടെ നമ്പർ ഇല്ല. കൊച്ചിച്ച ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് പറഞ്ഞു നമ്പർ. 96263646. അയ്യോ കുഞ്ഞമ്മയുടെ ഇവിടെ എവിടെ കിടന്ന് അടിക്കണല്ല? ഇവിടെ അല്ല, ഇവിടെ അടിക്കണത്. അപ്പൊ ഇത് കുഞ്ഞമ്മയുടെ ഫോണാണ്. അയ്യോ കുഞ്ഞമ്മയുടെ ഫോണായിരുന്നാ? ഓക്കെ. അല്ല എന്ത് കൊച്ചിച്ച കുഞ്ഞമ്മയെ കൊണ്ടുവരാത്തെന്ത്? കുഞ്ഞമ്മക്ക് വയ്യ. അയ്യോ എന്തോ അസുഖം? നീരാടാൻ കുഞ്ഞമ്മ തമ്പുരാട്ടിയാണോ? അതല്ലെന്ന്, കാല് നിറച്ച് നീരാണെന്ന് പറഞ്ഞില്ലേ? അയ്യോ നീരാണെന്ന്. എന്നാലും എന്തായാലും ഞാൻ പോയേക്കാവേ. അയ്യോ വേണ്ട വേണ്ട, കൊച്ചിച്ചൻ വന്ന സ്ഥിതിക്ക് ഇനി കൊച്ചിച്ചനെ ഞാൻ ചോറൊക്കെ തന്നിട്ടേ വിടുന്നുള്ളൂ. ഇവിടെ കിടന്ന് ഉണ്ട് ഉറങ്ങിയിട്ട് പോയാ മതി കൊച്ചിച്ച. എത്ര കാലത്തിന് ശേഷം ഞാൻ എന്റെ കൊച്ചിച്ചനെ കാണുന്നത് കൊച്ചിച്ച. എത്ര കാലായി. കൊച്ചിച്ചാണ്, അല്ലാണ്ട് കൊച്ചിന്റെ അച്ഛനാക്കല്ലേ. കൊച്ചിച്ചൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലേ? കൊച്ചിച്ച ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് അകത്ത് പോയി ചായ എടുത്തോണ്ട് വരാം. അതിനു മുമ്പ് നമുക്കൊരു സെൽഫി എടുക്കാം. വാ എനിക്ക് ഇതിപ്പോ തന്നെ ഞാൻ സ്റ്റോറി ഫേസ്ബുക്കിലേക്ക് ഇടട്ടെ. ശരി പോയി എങ്ങനെയെങ്കിലും ഇവിടുന്ന് മുങ്ങണേ എന്റെ അമ്മോ. ഇതൊന്നും ഒരു സ്റ്റൈലിൽ ഒതുക്കി. അപ്പൊ അത് ശരി, ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ പോക്കവരോ നടക്കേണ്ടത് ഇങ്ങനെ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ ആ വില്ലേജ് ഓഫീസർ നീയാണല്ലോ. നിന്നെ പൊക്കൂടാ. കൊച്ചിച്ചൻ. അപ്പൊ നീയാണല്ലോ കൊച്ചിന്റെ അച്ഛൻ. ഏത് കൊച്ചിന്റെ? കൊച്ചിച്ചനെന്ന്. എവിടുത്തെ കൊച്ചിച്ചൻ? എന്റെ കൊച്ചിച്ചൻ. നിന്റെ കൊച്ചിച്ചനാ? എന്റെ കൊച്ചിച്ചൻ. സത്യം പറ, നീ എവിടുത്തെ കൊച്ചിനാ? അയ്യോ സത്യത്തില് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൊച്ചിച്ചനെ കാണാതെ പോയിട്ടുണ്ടെന്ന്. മണിച്ചിത്തോട്ടിലെ കുഞ്ഞമ്മയുടെ കൊച്ചിച്ചൻ. കൊച്ചിച്ചൻ സംഗീതപരമായിട്ട് ഇച്ചിരി കഴിവുള്ള ഒരാളല്ലേ? ആണല്ലേ? കേട്ടില്ലേ പാട്ട് പാടുന്നത്? ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ? കുറച്ച് വിട്ടു നിൽക്കാണ്, ടെൻഷനാണ്. അമ്മാവനല്ലേ മറ്റേ കളരി പോയിട്ടൊക്കെയുള്ള കഥകളിയോ? കഥകളി ഉണ്ടല്ലേ അമ്മാവ? എന്ത്? ഇത് വേറെ സെറ്റപ്പായി പുള്ളി. ലോക തോൽവിയാ. അയ്യോ അങ്ങനല്ല, അതിങ്ങനെ കഥകളിയിലുള്ള മുദ്രകളൊക്കെ കാണിച്ചതാണ് കണ്ണുകൊണ്ട്. അതെ എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ കൊച്ചിച്ചൻ ഡാൻസ് കളിക്കും, ഇതൊക്കെ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. നമുക്ക് ആ നാട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കണ്ടേ? ഒരു റീൽസ് എടുക്കാം. ഒരെണ്ണം. അതെ ഞാൻ പോയിട്ടെ നമ്മുടെ കൊച്ചിച്ചന് ഒരു ഡ്രിങ്ക്സ് കലക്കി കൊടുത്തിട്ട് വരാം. ഓ അതല്ല, ജ്യൂസ് വാ. ഇവിടെ ആരാ ഇപ്പൊ റീൽ ചെയ്തത്? ഇവിടെ റീൽ ചെയ്ത ആരാന്ന്? റീൽ ചെയ്ത എന്റെ വൈഫാണ്. വിളിക്ക്. പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കും റീൽസ് ചെയ്യാൻ വേണ്ടിട്ട്. റീൽസ് ചെയ്യാൻ വേണ്ടി വിളിക്കണം നിന്നെ. നിങ്ങളുടെ ഇവിടെ റീൽ ചെയ്താ കോക്കാച്ചി എവിടെ? എന്റെ കൊച്ചിച്ചനാണ്. എന്തോ ആവട്ടെ, അവനെ വിളിക്ക്. കൊച്ചിച്ച ഇങ്ങോട്ടോ. വാടോ ഇങ്ങോട്ടോ. മുട്ടോന് കയറ്റമുണ്ടല്ലോ, ചത്ത് നിങ്ങൾ ആവിയായിട്ട് പോവും. എന്റെ പൊന്നും ഭർത്താവേ കിഴങ്ങാ. നിങ്ങളടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മോട്ടിക്കാൻ പോയി അവിടെ കിടന്ന് ഉറങ്ങല്ലേ എന്ന്. ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും നോക്കണം, മനസ്സിലായ? പോലീസ് ഇപ്പൊ തിരക്കി വരും, എല്ലാം വൈറലായി, മനസ്സിലായ? അതെ എസ് ഐ അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ഈ പ്രതിയും കൊണ്ട് പോവേണം. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. എന്റെ കൊച്ചിച്ചൻ. ഏത് കൊച്ചേ? അതൊക്കെ എസ് ഐയുടെ അടുത്ത് പറഞ്ഞാൽ മതി. നടക്കടാ, ചുമ്മാ അങ്ങ് തള്ളിക്കൊണ്ട് നടന്നാ മതിയാ. തൊണ്ടിയെട്. തൊണ്ടിയാണോ ഇത്? അപ്പൊ ഇത് അത് തെണ്ടി. ആരാടാ പറക്കെന്ന്? കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. ഞാൻ എത്ര നേരം പറയുക? ആരാ പറക്കെന്ന്? എത്ര നേരം ഞാൻ നിർത്താൻ പറയുന്നു? ഞങ്ങൾ നിർത്തി. എന്തോടി ഇത്? നിന്നെ ഊട്ടാം കൊണ്ട് മാറിയല്ലേ? ആരാണ് ഇവിടെ റീൽസ് ചെയ്ത് മൊബൈലിനകത്ത് കുടിച്ചിട്ടത്? അല്ല പോസ്റ്റ് ഇട്ടത് ആണല്ലോ. നിങ്ങൾ രണ്ടു സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സാറേ അവിടെ വരെ വന്ന് പറ്റൂല സാർ, ഇവിടെ നിന്ന് ചെയ്യാം. എന്തോന്ന് റീൽസ് കേട്ടു തരും ഞാൻ. റീൽസോ? ഇങ്ങോട്ട് പറയില്ലേ?
ഇത് എവിടുന്ന്? മുരുകന്റെ കടയിൽ നിന്ന്. അണ്ണനെ എവിടെ നിന്ന് എടുത്ത്? രാജന്റെ അണ്ണനോ? ഇവിടെ മാറിയല്ലോ. മാറിയിരിക്കാൻ. ഇതാരാന്നറിയാവോ? ഇതാരാന്നറിയാവോ? ഇതോ? ഇതാരാ? എടാ ഇത് പെരുങ്കള്ളിയല്ലേ ഇവിടെ. ഇത് കള്ളൻ, ഇത് പെരുങ്കള്ളി. പറഞ്ഞ മനസ്സിലായോ? ഇത് കൊച്ചു കുഞ്ഞമ്മ. അയ്യോ കുഞ്ഞമ്മക്ക് എടുക്കുന്ന ഇവിടെ ഇവന്റെ ഈ കള്ളത്തരം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഏതെങ്കിലും ആളില്ലാത്ത വീട്ടിൽ കയറുക, അവിടുന്ന് സാധനങ്ങളെല്ലാം മോഷ്ടിക്കുക, എന്നിട്ട് അവിടെ വെച്ച് ആഹാരം പാചകം ചെയ്യുക, എന്നിട്ട് അവിടെ അടിച്ചോണ്ട് പോവുക. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനിയെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ പിന്നെ നമുക്ക് പോവാം. റെയിൽവേ സ്റ്റേഷനിലോട്ടല്ലേ? പിന്നെ എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷനിലോട്ട്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. സമയം കഴിഞ്ഞു മക്കളെ, നമുക്ക് പോണം. ജാഫ്രിക്ക ഇല്ല എനിക്ക് പോകണ്ട. അങ്ങനെ പറയില്ല, നമുക്ക് പോണം. നാളെ വരാനുള്ള പോയി രക്ഷപ്പെടല്ലേ? അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് പോകാം. നമ്മൾ പോയില്ലെങ്കിൽ അവരെന്തായാലും ചാനൽ മാറ്റും. ചാനൽ മാറ്റി തരുമ്പോ നമ്മള് അതിന് രീതിക്ക് ബൈ പറഞ്ഞു പോണം. അതെങ്ങനെ ഐറ്റം പേരക്ക് ചാനൽ മാറ്റണേ? ഐറ്റം പേരക്കല്ല, സമയം കഴിഞ്ഞ് നമുക്ക് പോണം. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഐറ്റം ജാഫ്രിക്ക? ഇത് ഐറ്റം വേറെ അല്ല, പിന്നെ അല്ല, അടിപൊളിയായിട്ട്. ഓക്കെ ചേട്ടാ, എംബിരായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. നല്ല ലെവലിൽ നിന്നുള്ളതാണ്. അവിടെ കഴിഞ്ഞു. അടിപൊളിയാണ്. അത് ഇനി പ്രത്യേകിച്ച് ഒന്നും ചോദിക്കണ്ട. ഇവർക്കൊരു നല്ല കൈഡി കൊടുക്കണം കേട്ടോ. ഇവര് പത്തനംതിട്ട കോന്നിന്ന് വന്നാണ്. പെയിന്റേഴ്സ് അസോസിയേഷനിലെ ചേട്ടന്മാരാണ്. അപ്പൊ നല്ലൊരു കൈഡി. എവിടെയും പോരുത്. ഉഷാറായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.